കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ കാഴ്ചക്കാണ് ഫുട്ബോൾ വേദി സാക്ഷ്യം വഹിച്ചത്. ലോക ഫുട്ബോളിലെ അധികായകന്മാരായ സ്പെയിനിന്റെ നിരന്തരമായ ആക്രമണങ്ങളെ ഒരൊറ്റ മനുഷ്യൻ തന്റെ നെഞ്ചുറപ്പ് കൊണ്ട് തടഞ്ഞു നിർത്തിയപ്പോൾ അത് കേപ്പ് വെർഡെ എന്ന കൊച്ചു രാജ്യത്തിന്റെ ചരിത്രത്തിലെ സുവർണ നിമിഷമായി മാറി. 40-ാം വയസ്സിൽ തന്റെ രാജ്യത്തിന്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കുന്ന വൊസീഞ്ഞ എന്ന ഇതിഹാസ ഗോൾ കീപ്പർ സ്പെയിനിനെതിരെ കാഴ്ചവെച്ചത് കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല, മറിച്ച് വേറിട്ട ഒരു പോരാട്ടത്തിന്റെ കാവ്യമായിരുന്നു. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ സ്പാനിഷ് പട ഇരമ്പിയാർത്ത് വന്നപ്പോഴെല്ലാം വൊസീഞ്ഞ അവർക്ക് മുന്നിൽ ഒരു വൺമതിലായി അവതരിച്ചു. മികച്ച പന്തവകാശവുമായി സ്പെയിൻ നിരന്തരം ആക്രമണങ്ങൾ അയച്ചുവിട്ടിട്ടും അവരുടെ ലോകോത്തര താരങ്ങൾ തൊടുത്തുവിട്ട ഓരോ ഷോട്ടും ആ 40-കാരന്റെ ലക്ഷ്യബോധത്തിന് മുമ്പിൽ പരാജയപ്പെടുകയായിരുന്നു. സ്പെയിനിന്റെ കുതിപ്പുകൾക്ക് മുന്നിൽ പതറാതെ അതിശയകരമായ ശാന്തതയോടെയാണ് അദ്ദേഹം ഗോൾ വല കാത്തത്. പ്രായത്തെ തോൽപ്പിക്കുന്ന മെഴിവഴക്കവും അവിശ്വസനീയമായ റിഫ്ലക്സുകളുമാണ് ആദ്യ പകുതിയിലുടനീളം വൊസീഞ്ഞ പുറത്തെടുത്തത്. ആ 45 മിനിറ്റുകൾ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച അധ്യായങ്ങളിലൊന്നായി മാറുകയായിരുന്നു. സ്പാനിഷ് മുന്നേറ്റ താരങ്ങളുടെ അതിശക്തമായ ഷോട്ടുകൾക്ക് മുന്നിൽ ഒരു പറക്കും പക്ഷിയെ പോലെയാണ് വൊസീഞ്ഞ കുതിച്ചുയർന്നത്. പോസ്റ്റിലേക്ക് ഇരച്ചെത്തിയ അപകടകരമായ ഹെഡറുകളും ഗോളെന്നുറപ്പിച്ച വെടിയുണ്ടകളും അതിശയകരമായ ഡൈവിങ്ങിലൂടെ അദ്ദേഹം തട്ടിയകറ്റി. ഓരോ തവണ സ്പാനിഷ് താരങ്ങൾ വലകുലുക്കുമെന്ന് തോന്നിയ നിമിഷങ്ങളിലും അവിശ്വസനീയമായ വേഗതയോടെ ആ 40-കാരന്റെ ഗ്ലൗസുകൾ പന്തിന് വിലങ്ങുതടിയായി മാറി. മൈതാനത്തിന്റെ അതിരുകളിൽ നിന്നെല്ലാം പാഞ്ഞെത്തിയ പന്തുകളെ ഒറ്റ കൈ കൊണ്ടും വിരൽത്തുമ്പുകൾ കൊണ്ടും അദ്ദേഹം ക്രോസ് ബാറിന് മുകളിലൂടെ വഴിതിരിച്ചു വിട്ടപ്പോൾ ഗാലറികൾ ശ്വാസമടക്കി പിടിച്ചാണ് ആ വിസ്മയം കണ്ടുനിന്നത്. തന്റെ അചഞ്ചലമായ ആത്മവിശ്വാസം കൊണ്ടും അസാമാന്യമായ പ്രകടനം കൊണ്ടും സ്പെയിനിന്റെ സ്ട്രൈക്കർമാരെ നിരാശയുടെ പടുകുയിലേക്ക് തള്ളിയിട്ട വൊസീഞ്ഞ മൈതാനത്ത് ഒരു കവിത രചിക്കുകയായിരുന്നു. കേവലം ഒരു ഗോൾ കീപ്പർ എന്നതിലുപരി സ്പാനിഷ് ആധിപത്യത്തിന് മുമ്പിൽ തലകുനിക്കാത്ത ഒരു യോദ്ധാവായി അദ്ദേഹം അവിടെ നിറഞ്ഞു നിന്നു. തന്റെ ഗ്ലൗസുകളിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും ആദ്യ പകുതിയിലുടനീളം സുരക്ഷിതമായി കാത്തു സൂക്ഷിച്ച ആ 40-കാരന്റെ ലെവലൊന്ന് ആലോചിച്ചു നോക്കിയേ. ജീവിതത്തിൽ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടിയാണ് വൊസീഞ്ഞ എന്ന ഇതിഹാസം വളർന്നത്. മാതാപിതാക്കളുടെ സമീപമില്ലാതെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹത്തണലിലും കനിവിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യം കടന്നുപോയത്. ആ സുരക്ഷിതത്വത്തിൽ നിന്നും കൂടുതൽ നൽകിയ സ്നേഹത്തിൽ നിന്നുമാകണം ചെറിയ മുത്തശ്ശൻ എന്നർത്ഥം വരുന്ന വൊസീഞ്ഞ എന്ന സ്നേഹപ്പേര് അദ്ദേഹത്തിന് കൈവന്നത്. 25-ാം വയസ്സിൽ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ ലോകത്തേക്ക് കാലെടുത്തു വെക്കും മുമ്പ് വറുതിയോടും അവഗണനകളോടും പോരാടി അമേച്ചർ കളിക്കളങ്ങളിൽ വർഷങ്ങളോളം അദ്ദേഹം വിയർപ്പൊഴുക്കി. സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കാൻ വേകിപ്പോയില്ല എന്നൊരു ചെറിയ മടി കൂടാതെ അംഗോളയുടെ മണ്ണിൽ നിന്ന് തുടങ്ങിയ യാത്ര വെറുമൊരു കായിക തള്ളലായിരുന്നില്ല, മറിച്ച് പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ നിന്നും വെന്തുരുകുമ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഓരോ ദിവസവും തന്നിലെ കരുത്തിനെ മിനുക്കിയെടുക്കുന്ന ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. അനവധി തടസ്സങ്ങളും കഠിനമായ പ്രതിസന്ധികളും പിന്നിട്ട് ഒടുവിൽ 40-ാം വയസ്സെത്തിയപ്പോൾ വിധി അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചത് കരിയറിലെ തന്നെ ഏറ്റവും വലിയ അഗ്നിപരീക്ഷണമായിരുന്നു. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ മഹാശക്തികളായ സ്പെയിൻ ടീം ലോകകപ്പിന്റെ വലിയ വേദിയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ നിമിഷത്തിൽ വൊസീഞ്ഞ എന്ന ഗോൾ കീപ്പർ വെറുമൊരു കളിക്കാരൻ മാത്രമായിരുന്നില്ല, അതൊരു വൺമതിലായിരുന്നു. എതിരാളികളുടെ കാലുകളിൽ നിന്ന് തീപ്പൊരി കണക്ക് പുറപ്പെട്ട പന്തുകൾ ലക്ഷ്യത്തിലേക്ക് കുതിച്ചെത്തിയപ്പോഴെല്ലാം തൻ്റെ കൈകൾ കൊണ്ട് അദ്ദേഹം തീർത്തത് അസാധ്യമായ പ്രതിരോധത്തിന്റെ വിസ്മയ കാഴ്ചകളായിരുന്നു. കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തോടും കരിയറിലെ അവഗണനകളോടും പൊരുതി നേടിയ ആത്മവിശ്വാസം ആ 40-കാരന്റെ കൈകൾക്ക് ഇരുമ്പിന്റെ കരുത്ത് നൽകിയിരുന്നു. മത്സരത്തിനൊടുവിൽ സ്കോർ ബോർഡിൽ 0 എന്ന അക്കം തെളിയുമ്പോൾ അത് വെറുമൊരു ക്ലീൻ ഷീറ്റ് മാത്രമായിരുന്നില്ല, പ്രായത്തെയും ഭൂതകാലത്തെയും ഒരേപോലെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സാധാരണക്കാരന്റെ വിജയഗാഥ കൂടിയായിരുന്നു. അജയ്യരായ സ്പെയിനിന്റെ സർവ്വാക്രമണങ്ങളെയും വൊസീഞ്ഞ തകർത്തെറിഞ്ഞപ്പോൾ കാലം സാക്ഷ്യം വഹിച്ചത് വൈകിത്തുടങ്ങിയ സ്വപ്നങ്ങൾക്ക് പോലും ലോകത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്ന നിത്യസത്യത്തിനാണ്. അനുഭവത്തിന്റെ പക്വതയും അചഞ്ചലമായ മനക്കരുത്തും ചേർന്നപ്പോൾ വൊസീഞ്ഞ എന്ന പോരാളി ഫുട്ബോളിന്റെ ചരിത്ര പുസ്തകത്തിൽ തന്റെ പേര് സുവർണലിപികളാൽ എഴുതിച്ചേർത്തു. ഈ പോരാട്ടം വൊസീഞ്ഞയുടേത് മാത്രമായിരുന്നില്ല. സ്പാനിഷ് പടയുടെ മുന്നേറ്റങ്ങളെ തടഞ്ഞു നിർത്തിയ കേപ്പ് വെർഡെയുടെ പ്രതിരോധ നിരയും ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.
മൈതാനത്തിന്റെ ഓരോ ഇഞ്ചിലും അവർ പൊരുതി കളിച്ചു. സ്പെയിനിന്റെ വേഗമേറിയ പാസുകളെയും കുറിയ നീക്കങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് കേപ്പ് വെർദെ പ്രതിരോധം ഒരൊറ്റ മനസ്സോടെ കാവിൽ നിന്നു. വൊസീഞ്ഞ നൽകിയ ആത്മവിശ്വാസം ടീമിലെ ഓരോ താരത്തിലും അലയടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എതിരാളികളുടെ വലുപ്പം അവരെ ഭയപ്പെടുത്തിയില്ല. കളി അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിലെ 0 സ്പെയിനിന്റെ തോൽവിയേക്കാൾ കേപ്പ് വെർദെയുടെ ചരിത്ര വിജയമാണ് ഫുട്ബോൾ ലോകം വാഴ്ത്തുന്നത്. പ്രായം വെറുമൊരു അക്കം മാത്രമാണെന്ന് തെളിയിച്ചുകൊണ്ട് വൊസീഞ്ഞ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്ന് കാഴ്ചവെച്ചു. ഒരു തവണ പോലും സ്പാനിഷ് കാറ്റിന് ആ വല കുലുക്കാൻ കഴിയാതെ പോയത് കേപ്പ് വെർദെയുടെ പ്രതിരോധത്തിന്റെയും ഇച്ഛാശക്തിയുടെയും കാവ്യനിധിയാണ്. അതെ, വൊസീഞ്ഞ ഗോളുകളോട് പറഞ്ഞത് ഒരേയൊരു വാക്കാണ്: ഇല്ല.